ഹായ് ഡിയേഴ്സ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് പൈൽ റീഡിങ് ആണ് ഞാനിവിടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പൈൽ റീഡിങ് തന്നെ നോക്കാം അല്ലേ? ശരി, അപ്പോൾ 2 കാർഡ് എടുക്കാം അല്ലേ? അതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ടൈം പറയാനുണ്ടാവും. നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എന്താണ് നോക്കാം. ഇതാണ് ആദ്യത്തെ കാർഡ്. അടുത്തത് രണ്ടാമത്തെ ഗ്രൂപ്പുകാർ, അവർ അവരുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സെക്കൻഡ് കാർഡ്. 2 കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാർ അവരുടെ പ്രോബ്ലം എന്താണെന്ന്. കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ദീർഘശ്വാസം എടുത്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സമയം ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം. എന്താണ് ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ ലൈഫിൽ ഇപ്പോഴുള്ള പ്രോബ്ലം? ഓക്കെ, ഹാങ്ഡ് മാൻ എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കാണ് എന്നാണ് ഇവിടെ കിട്ടുന്ന മെസ്സേജ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫിനെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിനെ വേറൊരു പേഴ്സ്പെക്റ്റീവിലൂടെ, വേറൊരു ആംഗിളിൽ കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റക്നെസ്സിലും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. സെക്കൻഡ് ഗ്രൂപ്പുകാരുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഒരു പെയിൻഫുൾ എൻഡിങ് സംഭവിച്ചു. ഒരു ബാക്ക് സ്റ്റാബ് ഒരു പക്ഷെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി ഒരു പക്ഷേ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു മുറിവ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. ആ മുറിവ് വീണ്ടും വീണ്ടും ആഴത്തിൽ മുറിവാകുന്നു എന്നല്ലാതെ അത് ഉണങ്ങുന്നില്ല. അതാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇതൊക്കെ കർമ്മയുടെ ഭാഗമാണെന്ന് വിചാരിക്കുക. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. കാരണം ലൈഫാണ്. പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടേണ്ടി വരും. അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ താങ്ക് യു ഡിയേഴ്സ്.